ഹേയ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി വീഡിയോ ആണ്. മൊബൈലിനകത്ത് തന്നെ എങ്ങനെ അടിപൊളി ബി-റോൾ വീഡിയോസ് എടുക്കുക, എങ്ങനെ അടിപൊളി സിനിമാറ്റിക് ട്രാവൽ വ്ളോഗ്സ് ഒക്കെ എടുത്തിട്ട് മൊബൈലിനകത്ത് തന്നെ എങ്ങനെ എഡിറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കല്ലേ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. യെസ്, അപ്പോൾ നമ്മളിത് ടൈറ്റിലായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലൈക്ക് ഒരു 5 ടൈറ്റിലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്താണെന്ന് പറയുന്നത് സെറ്റ് ദ എക്സ്പോഷർ ആൻഡ് സെറ്റ് ദ ലൈറ്റ്. അതായത് നമ്മൾ വീഡിയോ എടുക്കാൻ നേരത്ത് ലൈറ്റ് ചേഞ്ച് ആവോ അല്ലാന്ന് വെച്ചാൽ ഇതിൻ്റെ ഫോക്കസ് ചേഞ്ച് ആയി പോയെന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള വീഡിയോ കിട്ടില്ലല്ലോ. ഒരു ബ്ലറായിട്ടുള്ള വീഡിയോ കിട്ടില്ല. ഒരുപാട് ലൈറ്റായിട്ടുള്ള വീഡിയോ, ഒരുപാട് ഡാർക്കായിട്ടുള്ള വീഡിയോ കിട്ടും. സോ നമ്മുടെ എല്ലാ വീഡിയോസും സെയിം ആയിട്ടുള്ള ഏകദേശം ഒരു ഫോക്കസിലും സെയിം ആയിട്ടുള്ള ലൈറ്റിലും ഉണ്ടെന്ന് വെച്ചാൽ നൈസായിട്ട് ആ ബി-റോൾ ഒരു പ്രൊഫഷണൽ റേഞ്ചിലേക്ക് എത്തും. സോ അതാണ് അമേച്ചർ ബിഗിനർ ആയിട്ടുള്ള ബി-റോളും പ്രോ ആയിട്ടുള്ളവരുടെ ബി-റോളും അതാണ്. സോ മേക്ക് ഷുവർ ടു അഡ്ജസ്റ്റ് യുവർ എക്സ്പോഷർ ആൻഡ് ലൈറ്റ്. സോ എക്സ്പോഷർ കൺട്രോൾ എങ്ങനെയാണെന്ന് അറിയാലോ. എക്സ്പോഷർ കൺട്രോൾ ചെയ്യുന്നത് ചുമ്മാ സ്ക്രീനകത്ത് ലോങ് പ്രസ് ചെയ്തെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഡൗൺ ആൻഡ് അപ്പ് ആക്കാൻ പറ്റും. സോ ലോക്ക് ചെയ്ത ശേഷം ഡൗൺ ആൻഡ് അപ്പ് ആക്കാം, വേണ്ടത്ര എത്രയെന്ന് വെച്ചാൽ. ഓൾ ഗുഡ്. യെസ്, അപ്പോൾ എക്സ്പോഷറിനെ ലോക്ക് ചെയ്ത ശേഷം അടുത്ത് വരുന്നതാണ് ക്ലോസ്ഡ് ഷോട്ട്. അതായത് നമ്മുടെ ഫോണെന്ന് പറയുന്നുണ്ടല്ലോ, കുറച്ച് ലോങ് എന്ന് എടുക്കുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല അല്ലേ. കുറച്ച് അടുത്ത് ചെന്ന് എടുക്കുമ്പോഴേ ഫോണിനകത്ത് ഫോക്കസ് ആയിട്ടുള്ള ഒബ്ജക്റ്റും ഇല്ലാത്ത സബ്ജക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബി-റോളിൽ നമ്മുടെ ഫോണിന് എടുക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത് ചെന്ന് എടുക്കുക, എന്തിൻ്റെ ആണെങ്കിലും. ഓക്കെ, സോ ബി-റോൾ എടുക്കുമ്പോൾ അടുത്ത് ചെന്ന് എടുക്കാതെ ഇത്ര ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുമ്പോൾ ഇനീസൊരു രസത്തിൽ നമുക്ക് കിട്ടുന്നില്ല അല്ലേ. ഒരു വിയേർഡായിട്ടുള്ള ലുക്ക് ഇങ്ങനെ ബി-റോളിനകത്ത് വരുമ്പോൾ. സോ അടുത്ത് ചെന്ന് എടുക്കുമ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അതിൻ്റെ ലുക്ക് എങ്ങനെയാണെന്ന്. സോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് ലീവ്സ് മാത്രമല്ല, നമ്മൾ എന്തെടുക്കുമ്പോഴും അടുത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന പോലെയുള്ള സാധനം എന്ന് വെച്ചാൽ അടുത്ത് നിന്ന് എടുക്കുക. ഓക്കെ, എക്സാമ്പിൾ ലൈക്ക് ലീവ്സ്, ഫ്ലവേഴ്സ്, പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ് നമുക്ക് അടുത്ത് നിന്ന് എടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഭംഗി. കുറേ ലോങ് എന്ന് എടുക്കുമ്പോൾ ആ ഒരു ഭംഗി കിട്ടണമെന്നില്ല. ഓക്കെ, ഞാൻ വേറെ 2 എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം കേട്ടോ. സോ നമുക്ക് ഇവിടെ ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ കാണുമ്പോൾ ചെറിയൊരു ബോറില്ലേ, ലൈക്ക് ഒരു ഡിസ്ട്രാക്ഷൻ പോലെ കുറേ സാധനങ്ങൾ ഇതിനിടയിലുണ്ട്. അതിനിടയിലാണ് ഫ്ലവേഴ്സ് വന്ന് കിടക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ ലോങ് എന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ് കാണാറ്. ഓക്കെ, സോ അതിൻ്റെ അടുത്ത് ചെന്നിട്ടുള്ള വിഷ്വൽ എങ്ങനെയാണെന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചത്. യെസ്, അപ്പോൾ ഇത് മാത്രമല്ല, ലൈക്ക് എൻ്റെ വീട്ടിന് മുമ്പിലൊരു സാധനം ഉണ്ട് കേട്ടോ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇതിൻ്റെ പേര് എനിക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല. സോ ഇത് നമുക്ക് ഈ ലോങ് എന്ന് കാണുമ്പോൾ, ലൈക്ക് ഇത്ര ലോങ് എന്ന് കാണുമ്പോൾ ജസ്റ്റ് യു ക്യാൻ സീ ഒരു കാട് പിടിച്ച് കിടക്കുന്ന പോലെ ഉണ്ടല്ലേ. സോ ബട്ട് നമ്മൾ അടുത്ത് നിന്ന് ക്ലോസപ്പ് ആയിട്ട് എടുക്കാൻ നേരത്തെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് വെയിറ്റ്. And number 3 comes move always if you are shooting a steady object. For example, if you are shooting something like എന്താ പറയുക, ഈ ഒരു വാട്ടർഫോൾ ഷൂട്ട് ചെയ്യുന്ന, ഇല്ലാന്ന് വെച്ചാൽ റിവർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷൂട്ട് ചെയ്യാണ്, ഇല്ലാ വെച്ചാൽ റോഡിലൂടെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷൂട്ട് ചെയ്യണം. ഓക്കെ, ഇതെല്ലാം മൂവിങ് ആണ്. വാട്ടർഫോൾ മൂവിങ് ആണ്, റിവർ മൂവിങ് ആണ്, വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന മൂവിങ് ആണ്. സോ അതെല്ലാം മൂവിങ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അത് ഷൂട്ട് ചെയ്യാൻ നേരത്തെ നമ്മുടെ ക്യാമറ എപ്പോഴും സ്റ്റഡി ആയിട്ട് വയ്ക്കുക. മാക്സിമം മൂവ്മെൻറ്റ് ഇല്ലാത്ത ടൈപ്പിൽ വയ്ക്കുക. ഓൾറെഡി ഫ്രെയിമിനകത്ത് മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഫോർ സ്റ്റഡി തിങ്സ്, അതായത് സ്റ്റഡി ആയിട്ട് സ്റ്റില്ലായി നിൽക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ആ വീഡിയോയും ഒരു ഫോട്ടോയും തമ്മിൽ വലിയ വ്യത്യാസമില്ല, കാരണം അത് സ്റ്റില്ലായി നിൽക്കുന്ന കാര്യമാണ്. സോ സ്റ്റില്ലായി നിൽക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ ബി-റോളും അതുപോലെ മൂവ് ചെയ്യാം. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ വീഡിയോയും അതുപോലെ മൂവ് ചെയ്തെന്ന് വെച്ചാൽ യു ക്യാൻ ഗെറ്റ് എ ബെറ്റർ ഷോട്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ വിരലിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് വെച്ചാൽ ഈ വിരലിന് വീഡിയോ എടുക്കണം. വിരലിൽ സ്റ്റില്ലായി നിൽക്കുന്ന സാധനമാണ്, ഇവിടെ നിൽക്കണം, അനങ്ങുന്നില്ല. സോ വീഡിയോ എടുക്കാൻ നേരത്ത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് എടുത്താൽ മാത്രമേ നമുക്ക് നല്ല വീഡിയോ കിട്ടത്തുള്ളൂ, ഒരു നീറ്റായിട്ടുള്ള ബി-റോൾ വീഡിയോ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ ഈ വിരലിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. സോ വീഡിയോ അതിനൊപ്പം ഇങ്ങനെ ഇളകിക്കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ മേ ബി നല്ല വീഡിയോ കിട്ടത്തില്ല. സോ ഇത് ഇളകിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ വീഡിയോ സ്റ്റഡി ആയിട്ടിരിക്കണം, ഇത് ഇളകിക്കൊണ്ടിരുന്നോട്ടെ. ഓക്കെ,
സോ ദാറ്റ്സ് ദ തിയറി ഓഫ് ഈ ടോപ്പിക്. സോ നമ്മൾ ഈ വീഡിയോയിൽ എടുത്തതിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാ വീഡിയോ എടുത്തു കഴിഞ്ഞില്ലേ. സോ എടുത്തതിന് ശേഷം നമുക്കൊരു ബിഗിനിങ് ഉണ്ടാവണം, ഒരു എൻഡ് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു 30 വീഡിയോ എടുത്തെന്ന് വെച്ചാൽ അതിലൊരു 15 വീഡിയോ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ നല്ല വീഡിയോസ്. അതിൽ നിന്ന് ഏറ്റവും മാക്സിമം നല്ല പാട്ട് നമ്മൾ ക്രോപ്പ് ചെയ്ത് ഇല്ലാതെ ട്രിം ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് അത് മാത്രം മതി. വീഡിയോൻ്റെ എല്ലാ ഭാഗം ആവശ്യമില്ലല്ലോ, നല്ല ഭാഗം മാത്രം മതി. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഡു ദാറ്റ്. സോ നമ്മുടെ വീഡിയോ എന്ന് പറയണത് നമുക്ക് ഏത് എഡിറ്ററുകളും ചെയ്യാം. അപ്പോൾ എൻ്റെ ഫോണിനകത്ത് തന്നെ ഇത് നമുക്ക് ട്രിം ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതുപോലെ നിങ്ങൾക്ക് എഡിറ്റർ യൂസ് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നല്ലൊരു ഭാഗം ട്രിം ചെയ്യാന്ന് വെച്ചാൽ ഞാനിപ്പോൾ എനിക്ക് ഇത് മുതൽ മതി. സോ ഇതുവരെ എടുത്തു, പിന്നെ വീഡിയോ എൻ്റെ ഇതുവരെ മതി. ഓക്കെ, സോ ഞാൻ അതിനെ ട്രിം ചെയ്തെടുത്ത് വെച്ചു. സോ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ട്രിം ചെയ്തെടുത്ത് വയ്ക്കുക. ഓക്കെ, യെസ്, യു ഗോട്ട് ഇറ്റ്. അപ്പോൾ അതുപോലെ ചെയ്യുക. നമുക്ക് എല്ലാ വീഡിയോൻ്റെ ഭാഗം ആവശ്യമില്ല, ഞാൻ പറഞ്ഞല്ലോ. ലൈക്ക് ഓക്കെ, സോ ആവശ്യമുള്ള ഭാഗം മാത്രം ട്രിം ചെയ്യുക, എടുത്ത് വയ്ക്കുക. ടേക്ക് 3 റോൾ ക്യാമറ ആക്ഷൻ. അപ്പോൾ 5th വൺ എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങിൻ്റെ ഒരു വലിയ വീഡിയോ തന്നെ ഞാൻ മുമ്പ് കാൻവാസിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവർ ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, അവിടെ തന്നെ കാണും. സോ കാൻവാസിൻ്റെ എഡിറ്റിങ്ങുള്ള വീഡിയോ ജസ്റ്റ് ചെക്ക് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാന്ന്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ കാൻവാസിനകത്ത് ചെയ്യുന്നത് എഫക്റ്റ് ഒന്നും ഇടുന്നില്ല, ചുമ്മാ ഇപ്പോൾ എടുത്ത വീഡിയോസ് എല്ലാം ചേർത്ത് വെക്കുന്നത് മെർജ് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, എല്ലാ വീഡിയോയും ജസ്റ്റ് ഒന്ന് ചേർത്ത് വെക്കുന്നു, ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കുന്നു, ബൂം, കലാസ് കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഒരു ബി-റോൾ വീഡിയോ എടുക്കുക എന്ന് വെച്ചാൽ ഇത്രയൊക്കെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. സോ നിങ്ങൾ ട്രൈ ചെയ്യുക. നമുക്ക് ചിലപ്പോൾ ഈ ഇപ്പോൾ എടുത്ത് കിട്ടിയ വീഡിയോ ചിലപ്പോൾ നല്ലൊരു വീഡിയോ ആയിരിക്കില്ല. കുറേ ട്രൈ ചെയ്തെന്ന് വെച്ചാൽ പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് അങ്ങനെയല്ലേ. സോ കുറേ ട്രൈ ചെയ്യുക, യു വിൽ ഷ്യൂർലി ഗെറ്റ് ഇറ്റ് വൺ ഡേ. പിന്നെ നമ്മൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോയിക്കോളും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെയുള്ള വേറെ ബാങ്കർ ടിപ്സായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, അപ്പോൾ അതുവരേക്കും സീ ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ വിത്ത് ബാങ്കർ കണ്ടന്റ്. ബൈ. Take 1 roll camera action. ഒന്നുകൂടി Take 1 roll camera action. ഒന്നുകൂടി Take 1 roll camera action. അപ്പോൾ അവസാനത്തെ 5th വൺ